പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവരും പിക്സൽ ലാബ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം പിക്സൽ ലാബ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ആളുകളും പോസ്റ്ററാണ് നിർമ്മിക്കാറ്. അതുപോലെ തന്നെ ലോഗോകൾ, ടൈറ്റിലുകളൊക്കെ ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മറ്റേറെ വർക്കുകളൊക്കെ വരും. അതായത് ബാനർ ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ A3, A4, A5 സൈസിലൊക്കെ ഡിസൈനുകൾ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ വരുന്ന സമയത്ത്, അതായത് മറ്റു അളവുകളിലൊക്കെ, അതായത് പിക്സൽ അല്ലാത്ത മറ്റളവിലൊക്കെ വരുന്ന സമയത്ത് അതെങ്ങനെ പിക്സൽ ലാബിൽ ചെയ്യും എന്ന് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പിക്സൽ അല്ലാത്ത മറ്റളവുകളിൽ കിട്ടുന്ന വർക്കുകൾ, അതായത് നമുക്കിപ്പോൾ ഒരു ബാനർ ലഭിച്ചു 12, ഒരാൾ നമ്മളോട് പറഞ്ഞ് 2 ഫീറ്റ് വിഡ്ത്തും അതുപോലെ തന്നെ 1 ഫീറ്റ് ഹൈറ്റുമുള്ള ഒരു ബാനർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പിക്സൽ ലാബിൽ ചെയ്യാം എന്നുള്ളതൊക്കെ ഉള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം കാരണം നമുക്കിപ്പോൾ പിക്സൽ ലാബിൽ പിക്സൽസ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ ഇമേജ് സൈസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് പിക്സലിലേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ മീറ്ററിൽ 1 മീറ്റർ, അതല്ല ഇഞ്ചസിലോ അതുപോലെ ഫീറ്റിലോ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പിക്സൽ ലാബിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ അഹ്റാസ് ഡിസൈൻ യൂണിറ്റ് കൺവെർട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ നമ്മളോട് ഒരാൾ പറഞ്ഞത് 2 ഫീറ്റ് വിഡ്ത്തും അതുപോലെ തന്നെ 1 ഫീറ്റ് ഹൈറ്റുമുള്ള ഒരു ബാനറാണ് എങ്കിൽ നമുക്ക് ആദ്യം ഈ 2 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അതറിയാത്തവർക്ക് ആദ്യം നമ്മൾ ഈ ഫീറ്റിന് നമ്മൾ എന്താക്കാം, ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 2 ഫീറ്റ് എന്ന് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ ഇതിന് പിക്സലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 ഫീറ്റ് എന്നുള്ളടത്ത് ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുക. ഇവിടെ 2 എന്ന് കൊടുത്തു. 2 ഫീറ്റ് വിഡ്ത്തായതുകൊണ്ട് 2 ഫീറ്റ് എന്ന് ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മളിത് 2 ഫീറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഫ്രം എന്നുള്ളിടത്ത് ഫീറ്റിൻ്റെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ പിക്സലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം 2 ഫീറ്റ് വരുമ്പോൾ പിക്സലിൽ എത്ര ഉണ്ടാവും എന്ന് നോക്കാം. ഇവിടെ 2304 പിക്സലാണ് 2 ഫീറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വിഡ്ത്ത് കിട്ടി 2304 എന്നുള്ളതാണ്. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമേജ് സൈസിൽ വിഡ്ത്ത് എന്നുള്ളിടത്ത് 2304 എന്ന് കൊടുക്കാം. ഈ ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. ഹൈറ്റ് നമുക്ക് 1 ഫീറ്റാണ് വേണ്ടത്. അപ്പോൾ 1 ഫീറ്റ് കൊടുക്കാം. ഇവിടെ ഫീറ്റ് സെലക്ട് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 യൂണിറ്റ് എന്ന് കാണാം. ഇവിടെ നമുക്ക് പിക്സൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 ഫീറ്റ് 1152 എന്ന് കാണാം. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാനർ പോലത്തെ മറ്റു ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് A3 ആണ് വേണ്ടതെങ്കിൽ നമുക്ക് A3യുടെ അളവുകൾ അറിയില്ല. A3, A4 പോലത്തതിൻ്റെ അളവ് നമുക്കറിയില്ല. അതിന് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായി വരുന്ന ക്യാൻവാസുകളുടെ സൈസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. A4, A3, A5 ലെറ്റർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുടേത്, വെബ്സൈറ്റ് ബാനറുകളുടെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളൊരു വെബ്സൈറ്റ് പേജാണിത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഇത് പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ ഇനി ഇവിടെ ഫീറ്റിൻ്റെ ആണ് ഞാനിവിടെ കാണിച്ചത്. ഇത് നമുക്ക് സെൻറ്റിമീറ്ററിൽ വേണമെങ്കിലും അതുപോലെ തന്നെ മറ്റു അളവുകളിലോട്ടൊക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഡിസൈനേഴ്സിനായിട്ട് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പേജ്. ഇവിടെ നമുക്ക് നമ്മുടെ ചാനലുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ബട്ടണുകളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്